കാരണവർ വധക്കേസിലെ ഒന്നാം പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ ഗവർണർ അനുമതി. കുടുംബിനി, മാനുഷിക പരിഗണന എന്നീ കാര്യങ്ങളാണ് ഇളവ് നൽകിയത്. തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകിയ ആദ്യ പട്ടികയിലും ഷെറിൻ ഇടം പിടിച്ചിരുന്നു. എന്നാൽ ഇതിന് ഗവർണർ അനുമതി നൽകാതെ തിരിച്ചയച്ചിരുന്നു. ഇപ്പോൾ ഷെറിനൊപ്പം മറ്റ് 11 തടവുകാർക്ക് കൂടി ശിക്ഷാ ഇളവ് നൽകാനാണ് ഗവർണർ അനുമതി നൽകിയിരിക്കുന്നത്. ശിക്ഷാ കാലയളവ് 14 വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ഷെറിന് ഇളവ് നൽകാൻ മന്ത്രിസഭായോഗം ആദ്യം തീരുമാനമെടുത്തത്. എന്നാൽ ഇതിനെതിരെ വ്യാപക ആക്ഷേപമാണ് ഉയരുന്നത്. മന്ത്രിസഭയിലെ ഒരു അംഗം തന്നെ ഷെറിനെ വഴിവിട്ട് സഹായിക്കുന്നുവെന്ന തരത്തിലായിരുന്നു ആക്ഷേപം. തുടർച്ചയായി പരോൾ നേടുന്നതിനടക്കം മന്ത്രിയുടെ സഹായം കിട്ടിയെന്ന തരത്തിലും പ്രചാരണമുണ്ടായിരുന്നു. ഭാസ്കര കാരണവരുടെ മകന്റെ ഭാര്യയായ ഷെറിൻ 2009 നവംബറിലാണ് ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തിയത്. ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങളും പ്രണയങ്ങളും കാരണവർ അറിഞ്ഞതോടെയാണ് കൊലയ്ക്കുള്ള പദ്ധതി തയ്യാറാക്കിയത്. അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിയ കാരണവരെ ഉറക്കത്തിനിടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ ഷെറിന് പുറമെ ബാസിത്ത് അലി, നിധിൻ എന്ന ഉണ്ണി, ഷാനു റഷീദ് എന്നിവരെയും കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. 2010 ജൂൺ 11 കാരണവർ കൊലക്കേസിൽ വിധി വരുന്നത്. ജൂൺ 11 മാവേലിക്കര അതിവേഗ കോടതി ശിക്ഷിച്ച് ഷെറിൻ പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തിയത്. തുടർന്ന് ഇവരെ നെയ്യാറ്റിൻകര വനിതാ ജയിലിലേക്ക് മാറ്റി. അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതോടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി 2015 മാർച്ചിൽ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അവിടെ വെയിൽ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ കൂടെ അനുവദിച്ചത് വലിയ വിവാദമായിരുന്നു. കൂടാതെ ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയും ഉയർന്നു. 2017 മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റി. നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഷെറിനുള്ളത്. സംസ്ഥാനത്തെ ജയിലുകളിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന വനിതാ തടവുകാരിൽ പരോൾ നേടുന്ന കാര്യത്തിൽ ഷെറിനായിരുന്നു ഒന്നാം സ്ഥാനത്ത്. 6 വർഷത്തിനിടെ 22 തവണയായി ഇവർക്ക് ലഭിച്ചത് 444 ദിവസത്തെ പരോൾ. 2012 മാർച്ചിനും ഈ വർഷം ജനുവരിക്കുമിടയിൽ 345 ദിവസത്തെ സാധാരണ പരോൾ. 2012 ഓഗസ്റ്റ് മുതൽ 2017 ഒക്ടോബർ വരെ 92 ദിവസത്തെ അടിയന്തര പരോൾ. ഹൈക്കോടതിയിൽ നിന്ന് ഒരാഴ്ചത്തെ അടിയന്തര പരോൾ കൂടി ലഭിച്ചു. നേരത്തെ ഷെറിന് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കണമെന്ന് സർക്കാർ ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ ഷെറിന് അടിക്കടി പരോൾ ലഭിച്ചതും ജയിലിൽ സഹതടവുകാരുമായി ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതും സർക്കാർ ശുപാർശയ്ക്ക് ശേഷവും ജയിലിൽ പ്രശ്നങ്ങൾ ഉണ്ടായതും മോചനത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഓരോ തടവുകാരുടെയും കുറ്റകൃത്യം, ശിക്ഷ, പരോൾ ലഭ്യമായത്, ജയിലിലെ പെരുമാറ്റം തുടങ്ങിയ വിശദാംശങ്ങൾ പ്രതിപാദിക്കുന്ന ഫോം രാജ്ഭവൻ ഏർപ്പെടുത്തി. ശുപാർശയോടൊപ്പം ഈ ഫോം പൂരിപ്പിച്ച് സർക്കാർ വീണ്ടും ഫയൽ ചെയ്യുകയായിരുന്നു. ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് 14 വർഷം തടവ് പൂർത്തിയാക്കിയവരെയാണ് ഇപ്പോൾ മോചിപ്പിക്കുന്നത്. ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചായിരുന്നു ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ ജയിൽ ഉപദേശക സമിതി ശുപാർശ ചെയ്തത്. ശാരീരിക വെല്ലുവിളികളുള്ള ഭാസ്കര കാരണവരുടെ ഇളയ മകൻ ബിനു പീറ്ററിന്റെ ഭാവി സുരക്ഷിതമാക്കാനും ഷെറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുമായിരുന്നു ഇരുവരും വിവാഹിതരായത്. പക്ഷേ ഷെറിന്റെ മറ്റു ബന്ധങ്ങളും ദാമ്പത്യ പൊരുത്തക്കേടുകളും പുറത്തറിഞ്ഞതോടെയാണ് ഭർത്തൃപിതാവിനെ ഷെറിൻ കൊലപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.